ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷും അതുപോലെ തന്നെ ഹരീഷും തമ്മിൽ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുകയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും ആയിരിക്കില്ല. നമ്മുടെ സുധീഷാണെങ്കിൽ രാത്രിയിൽ ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ട് പോകുമായിരിക്കും കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം വരണ വഴിക്ക് ഒരു ബൈക്കുകാരൻ റോങ് സൈഡ് കയറി നമ്മുടെ സുധീഷിൻ്റെ വണ്ടിക്കിട്ട് തട്ടുന്നുണ്ട്. അങ്ങനെ ആ ബൈക്കുകാരൻ മറിയുകയും അതുപോലെ തന്നെ ബൈക്കിനും പിന്നെ അയാൾക്കും കുറച്ച് പരിക്കുകളൊക്കെ ഏൽക്കാൻ കേട്ടോ. നമ്മുടെ സുധീഷിൻ്റെ ഭാഗം ക്ലിയറാണ്. പക്ഷേങ്കിൽ ആ ബൈക്കുകാരനാണെങ്കിൽ വാദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, എനിക്ക് ക്യാഷ് വേണം, ഇതെന്ന് സമാധാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, ഞാൻ മര്യാദയ്ക്ക് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്, നിങ്ങളല്ല റോങ് സൈഡ് കയറിയത്, എനിക്കിപ്പോൾ പറ്റില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ കോപിതനായ ആ ബൈക്കുകാരനാണെങ്കിൽ എന്നാൽ ഞാൻ കേസ് കൊടുക്കാൻ പോകാമെന്ന് പറയുമ്പോൾ നീ പോയി കൊടുക്കടാ എന്നൊക്കെ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് സുധീഷ്. അങ്ങനെ കേസ് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണേ. അപ്പോൾ കുറച്ച് പിടിപാടൊക്കെ ഉള്ള ആളായിരിക്കും കേട്ടോ ആ ബൈക്കുകാരൻ. അതുകൊണ്ട് തന്നെ പോലീസുകാരാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളല്ലേ, പണം എവിടെയുണ്ടോ അല്ലെങ്കിൽ അധികാരം എവിടെയുണ്ടോ അവിടെ ആയിരിക്കുമല്ലോ പോലീസുകാരും. അപ്പോൾ പോലീസുകാർ ആ ബൈക്കുകാരനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ കേട്ടോ. സുധീഷിൻ്റെ ഭാഗം കേൾക്കാനോ ഒന്ന് ക്ലിയർ ചെയ്യാനോ ഒന്നും അവർ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ആ ബൈക്കുകാരനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ അങ്ങനെ നമ്മുടെ സുധീഷാണെങ്കിൽ സുഭാഷ് ഏട്ടനെ വിളിക്കായിരിക്കും കേട്ടോ. ഞാൻ വീട്ടിലേക്ക് വിളിക്കുകയാണ്, ഞാനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ്, ചെറിയൊരു പ്രശ്നമുണ്ട്, ഏട്ടൻ അങ്ങോട്ടേക്ക് ഒന്ന് വാന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഹരീഷും സുഭാഷും പിന്നെ നിധിയും വരിക എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ വരാനൊരുങ്ങുകയാണേ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഞാനും പറഞ്ഞേട്ടാ എനിക്ക് ഓർത്തിട്ട് പേടിയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ വേണ്ട, പോലീസ് സ്റ്റേഷൻ കണ്ടാൽ തന്നെ നിനക്ക് മുട്ട് വിറയ്ക്കും, ഇനി നീ അങ്ങോട്ട് വന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, എന്തായതാണെന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾ വേഗം സുധീഷിനെ കൂട്ടിക്കൊണ്ട് വരാം, നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. അപ്പോൾ നിധിയാണെങ്കിലും വരുന്നത് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോൾ അങ്ങോട്ടൊന്നും വരണ്ട മോളെ, ഞങ്ങൾ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഇല്ലേട്ടാ എനിക്ക് ഇവിടെ നിന്ന് സമാധാനം കിട്ടില്ല, ഞാനും വരാം എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടാ എന്തെങ്കിലും പൈസയ്ക്ക് അത്യാവശ്യം വന്നാലോ, നമുക്ക് ഉള്ള പൈസ എന്തെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോയാലോ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ സുഭാഷ് ഏട്ടന് ഒരു ടോയ്ലറ്റ് പണിയാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അതായത് നിധിക്ക് വേണ്ടിയിട്ട് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റിലൊക്കെ പണിയാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സുധീഷാണെങ്കിൽ കുറച്ച് ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതും പിന്നെ ഹരീഷിൻ്റെ കയ്യിലൊരു 14,000 രൂപ ഉണ്ടായിരിക്കും, അതും ഒക്കെ കൂടി എടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സുധീഷിൻ്റെ ബാഗിൽ കുറച്ച് ക്യാഷ് സുധീഷ് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും, ആ പണവും എല്ലാം ഇങ്ങനെ എടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ നിധിയാണെങ്കിലും പോയി നിധിയുടെ കയ്യിലുള്ള പണം എടുക്കുമ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, മോളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജോലിക്ക് പോകുന്ന പെൺകുട്ടിയല്ലേ, പൈസക്ക് എപ്പോഴും അത്യാവശ്യം കാണും, മോളുടെ കയ്യിൽ അത് ഭദ്രമായിട്ടിരിക്കട്ടെ, ഇപ്പം ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്, നമുക്ക് വേണ്ടെന്ന് ബാക്കി എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ക്യാഷൊക്കെ ആയിട്ട് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വിശദവിവരങ്ങളൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ സുധീഷിൻ്റെ കയ്യിൽ തെറ്റ് ഇല്ല എങ്കിലും പോലും സുധീഷിന് എതിരായിട്ടാണ് കേസ് നിൽക്കുന്നത്. അങ്ങനെ അവസാനം സുധീഷ് വണ്ടി ഓടിക്കുന്ന ആ വണ്ടിയുടെ ഉടമസ്ഥനും വരികയാണ് കേട്ടോ. അങ്ങനെ ഉടമസ്ഥൻ കാല് പിടിച്ച് പറയുന്നത് പോലെ പറയുന്നുണ്ടെങ്കിലും പോലീസുകാരും ആ ബൈക്കുകാരനും അമ്പിനും ബില്ലിനും അടുക്കുന്നില്ലേ. അങ്ങനെ പിന്നെ അവസാനം കേസ് FIR ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇത് പൈസ കൊടുത്ത് തീർപ്പാക്കാന്നൊക്കെ പറഞ്ഞ ഒരു വഴിക്ക് വരികയാണ്. ആ സമയത്ത് ബൈക്കുകാരൻ 50,000 രൂപ വേണമെന്ന് പറയുകയാണെ. അങ്ങനെ 50,000 രൂപ ഞങ്ങളുടെ തരാനില്ല എന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്യുമ്പോൾ പോലീസുകാരന് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം 50,000 രൂപ കൊടുക്കാമെന്ന് സമ്മതിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ സുധീഷിൻ്റെ പണം കൊണ്ടുവന്നതും പിന്നെ സുഭാഷേട്ടൻ്റെ കയ്യിലുള്ള പണവും ഹരീഷിൻ്റെ കയ്യിലുള്ള പണവും എല്ലാം കൂടെ ചേർത്ത് ഒരു 39,000 രൂപ അവരുടെ കയ്യിൽ കാണും. പക്ഷേങ്കിൽ 50,000 രൂപ വേണമല്ലോ, 11,000 രൂപയുടെ കുറവുണ്ട് എന്ന് പറയുമ്പോൾ ആ വണ്ടിയുടെ ഉടമസ്ഥൻ സാരമില്ല, എന്തായാലും നല്ലൊരു പയ്യനല്ല, അവൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെന്ന് എനിക്കറിയാം, അവന് വേണ്ടിയിട്ടല്ലേ ഞാൻ ബാക്കി 11,000 രൂപ ഇട്ടോളാം, എങ്ങനെയെങ്കിലും അവനെ നമുക്ക് വെളിയിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ആ മുതലാളിയാണെങ്കിൽ 11,000 രൂപയും കൂടെ കൊടുത്ത് 50,000 രൂപയാക്കി ആ കേസ് സെറ്റിൽ ചെയ്യാൻ കേട്ടോ. ഇതേ സമയത്ത് പോലീസുകാരൻ ചോദിക്കുന്ന മറുപടികൾക്കെല്ലാം ഇങ്ങനെ ദേഷ്യഭാവത്തോടുകൂടി നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ പോലീസുകാരന് കലി വരികയാണ് കേട്ടോ. അങ്ങനെ സുധീഷിൻ്റെ കവളത്ത് നോക്കിയിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ, എസ്പെഷ്യലി നമ്മുടെ നിധിയുടെ മുമ്പിൽ വെച്ച് അടി കിട്ടിയതിൻ്റെ ആ ഒരു ദേഷ്യവും അമർഷവും ഒക്കെ നമ്മുടെ സുധീഷിൻ്റെ മുഖത്ത് കാണും കേട്ടോ. അപ്പോഴും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നിലവിളിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ പോലീസുകാർ ലൈസൻസ് മേടിച്ച് വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, 1 മാസത്തേക്ക് നീ വണ്ടി ഓടിക്കണ്ടടാ, നിൻ്റെ അഹങ്കാരം കുറച്ചങ്ങ് തീരട്ടെ, ഈ ലൈസൻസ് ഇവിടെ ഇരിക്കട്ടെ, 1 മാസം കഴിഞ്ഞ് നീ വാങ്ങിച്ചോളാം മതി എന്നൊക്കെ പറയുകയാണേ. അപ്പോഴും ആ വണ്ടിയുടെ മുതലാളി പറയുന്നുണ്ട്,
സാറേ അങ്ങനെ പറയല്ലേ, അവൻ ഈ വണ്ടി ഓടിച്ചാണ് അവൻ്റെ ജീവിതം തന്നെ മുൻപോട്ട് പോകുന്നത്, അതുകൊണ്ട് അത് അങ്ങനെയൊന്നും ചെയ്യില്ലേ എന്ന് പറയുമ്പോൾ അവൻ്റെ അഹങ്കാരം കുറച്ച് തീരട്ടെ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരൻ ആ ലൈസൻസ് മേടിച്ച് വെക്കുകയാണേ. അങ്ങനെ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് കേട്ടോ എല്ലാവരും. വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ നികേഷ് ആണെങ്കിൽ ചോദിക്കുകയാണ് എന്താ പറ്റിയത്, എന്തായിരുന്നു ഏട്ടാ, എന്താ പ്രശ്നം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ ഒന്ന് മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ എല്ലാവരോടും കടിച്ച് കീറാൻ നിൽക്കുമായിരിക്കും കേട്ടോ സുധീഷ്. അങ്ങനെ സുഭാഷ് വന്നിട്ട് എന്താ മോനെ ഇത്, നീ ഇന്ന് സമാധാനപ്പെടുന്നുണ്ട്, ഏട്ടൻ മിണ്ടായിരിക്കും, ഏട്ടൻ്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഹരീഷ് പറഞ്ഞു നീ എന്തിനാടാ ഏട്ടൻ്റെ മെക്കിട്ടേക്ക് കയറുന്നത്, നീ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാഞ്ഞിട്ട് എന്നിട്ട് ഇത്രയും രൂപയും കൊണ്ട് കളഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോൾ എത്രയും രൂപ 50,000 രൂപയാണ് ഞങ്ങൾ എണ്ണി കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ആ സമയത്ത് പിന്നെ ഹരീഷും അതുപോലെ തന്നെ സുധീഷും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാകാൻ കേട്ടോ. അങ്ങനെ പിന്നെ സുഭാഷായിട്ട് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് ചെന്ന സുധീഷാണെങ്കിൽ അലമാരി തുറന്ന് നോക്കുമ്പോൾ അലമാരിയിൽ താൻ വെച്ചിരുന്ന പൈസ കാണുന്നില്ല. അങ്ങനെ ആ പൈസ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് കഥകളെല്ലാം വലിച്ചു തുറന്ന് ഇറങ്ങി വരുമ്പോഴായിരിക്കും ഹരീഷ് പറഞ്ഞത് ആ ക്യാഷ് എടുത്തു, ആ ക്യാഷും കൂടെ ചേർത്താൽ നിനക്ക് വേണ്ടി 50,000 രൂപ അവിടെ കൊണ്ടു കൊടുത്തതെന്ന് പറയുമ്പോൾ നീ എന്തിനാണ് 50,000 രൂപയൊക്കെ നിങ്ങൾ കൊടുക്കാൻ പോയത്, എന്നോടൊരു വാക്ക് പറഞ്ഞോ, നിങ്ങൾ 50,000 രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നു, ലൈസൻസും പിടിച്ച് വെച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് ഹരീഷും കൂടെ വഴക്കുണ്ടാക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പിടിവലിയും ഒക്കെ ഉണ്ടാകുകയാണ് കേട്ടോ. ഈ സമയത്ത് സുഭാഷ് ഏട്ടൻ കടയിൽ പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമായിട്ട് ബിരിയാണിയൊക്കെ വെക്കാമെന്ന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സുഭാഷ് ഏട്ടൻ കടയിൽ പോയ സമയത്തിനായിരിക്കും ഇവർ രണ്ടുപേരും തമ്മിൽ ഒച്ചപ്പാടും ബഹളവും അടിപിടിയും ഉന്തും തള്ളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരനാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട് ചുമ്മാ കൊണ്ട് 50,000 രൂപയും കൊടുത്തു, അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ലായിരുന്നു, ഇവൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അത് തെളിയിച്ചാൽ പോരായിരുന്നു, അല്ലാതെ 50,000 രൂപ കൊണ്ട് കൊടുത്തിട്ട് വന്നിരിക്കുന്ന ലൈസൻസും പിടിച്ച് വെച്ചിരിക്കുന്നു, നീയൊക്കെ എന്നെ കാണാൻ പോയതാടാ എന്നൊക്കെ ചോദിച്ച് എരിപിരി കയറ്റുകയാണ് കേട്ടോ. ആ സമയത്ത് സുധീഷ് പിന്നെയും ആ ഒരു കാര്യം കൂടെ കേട്ട് കഴിയുമ്പോഴത്തേന് ഹരീഷിനോട് വഴക്കുണ്ടാക്കുകയാണ്. അങ്ങനെ നിധിയാണെങ്കിൽ വായിട്ട് അലയ്ക്കുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കും, മാറ് വിട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ടുപേരും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം നിധി അടുക്കളയിൽ നിന്നും ഒരു പ്ലേറ്റ് എടുത്തു കൊണ്ടുവന്ന് അങ്ങ് ഠമാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. ആ സമയത്ത് എല്ലാവരും നിശബ്ദരാകുകയാണ്. അങ്ങനെ നമ്മുടെ ഹരീഷ് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്, സുധീഷ് അകത്തേക്കും പോകുകയാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളുമായിട്ട് വന്ന സുഭാഷ് ഏട്ടൻ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നികേഷ് കാര്യങ്ങളൊക്കെ പറയാണ്. എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങളിത് എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്, ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ സ്വരം കൂടി ഇവിടെ ഉയരുമ്പോഴത്തേനും നാട്ടുകാർ എന്ത് പറയും, ഒന്നാമതേ നമുക്ക് നല്ല പേരായി, ഇനി ഇതും കൂടെ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഏട്ടൻ സങ്കടം പറയുമ്പോൾ പിന്നെ ആരും ഒന്നും പറയുന്നില്ല കേട്ടോ. എന്നിട്ട് നിധിയും സോറ് ചോദിക്കുന്നുണ്ട്, ഇവർ ഒച്ച കാരണമാണ് ഏട്ടാ ഞാനും ഓരോന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നിധിയും പറയുന്നുണ്ട്. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ഭാസ്കരനാണെങ്കിൽ ബാറിലായിരിക്കുമല്ലോ, ഭാസ്കരൻ്റെ കൂട്ടുകാരോടൊപ്പം ബാറിൽ എൻജോയ് ചെയ്യുമായിരിക്കും. ഈ സമയത്ത് നമ്മുടെ സുധീഷും അവിടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ എനിക്കൊരു കൂളിങ്ങുള്ള സ്മോൾ തരാനൊക്കെ പറയാണ്. അവസാനം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഭാസ്കരൻ ഇത് കണ്ടിട്ട് എടാ നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങളുടെ കുടുംബസ്വത്തൊന്നുമല്ല, ഞാൻ പലരുടെ സ്ഥലത്തും വരും, നിങ്ങൾ വന്ന കാര്യം നോക്കിയിട്ട് പോകുമെന്ന് പറയുമ്പോൾ ഞാൻ വന്ന കാര്യം നോക്കിക്കോളും, നീ ഇപ്പോൾ ആവശ്യമില്ലാത്ത പഴക്കങ്ങളൊക്കെ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലേ, അതിന് മാത്രം നിനക്കൊന്നും എത്ര വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം സുധീഷിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട് ഭാസ്കരൻ. പക്ഷേ സുധീഷ് ഞാൻ പോകുന്നില്ല, താൻ തൻ്റെ കാര്യം നോക്കണം, താൻ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്, അത് താൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഭാസ്കരനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാർക്ക് ഞാനുണ്ടെങ്കിൽ ഇറങ്ങുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുക, നീ എന്തെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഭാസ്കരനും പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് വെയിറ്റർ വന്നിട്ട് പറയുന്നുണ്ട് സർ കൂളിങ്ങുള്ള സ്മോൾ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു കോപ്പും വേണ്ടടാന്ന് പറഞ്ഞിട്ട് സുധീഷ് അവിടെ നിന്നും ഇറങ്ങുകയാണേ. അങ്ങനെ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ഹരീഷ് ആണെങ്കിൽ ഏട്ടനോട് വന്നിട്ട് പറയുന്നുണ്ട് ഏട്ടാ എന്നോട് ക്ഷമിക്ക്, ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഓരോന്ന് പറഞ്ഞതാ ഏട്ടത്തി സോറി എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടില്ല എന്ന് പറയുമ്പോഴത്തേന് ഹരീഷ് അല്ലറി വിളിച്ച് സോറി പറയുന്നു. കേട്ടിടാ മതിയുടെ എൻ്റെ ചെവി പൊട്ടിപ്പോവുമല്ലോ എന്ന് പറഞ്ഞ് ഹരീഷ് അങ്ങനെ പറയണ്ട. അങ്ങനെ എല്ലാവരും കോംപ്രമൈസ് ആകുകയാണ്. ശേഷമാണെങ്കിൽ സുധീഷും വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ നിധിയോട് പറയുന്നുണ്ട് സോറി, ഞാൻ അപ്പോഴത്തെ ടെൻഷനും എനിക്ക് അടി കിട്ടി, പിന്നെ ഞാൻ ചെയ്യാത്ത തെറ്റിന് അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു ഹരീഷും വന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല, അത് അങ്ങനെയൊക്കെ സംഭവിച്ച് എന്നോട് ക്ഷമിക്കുക, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അല്ല ഞാനിവിടെ വന്നതിന് ശേഷം എത്ര പ്രാവശ്യം നിങ്ങളിങ്ങനെ അടി ഉണ്ടാക്കുന്നത്, സമാധാനത്തിൽ നിങ്ങൾക്ക് സംസാരിച്ചാൽ പോരെ, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സമാധാനത്തിൽ പറഞ്ഞാൽ പോരെ, എന്തിനും ഈ ദേഷ്യപ്പെടുന്നതും അടിപിടി ഉണ്ടാക്കുന്നതൊക്കെ നാട്ടുകാർക്ക് നോക്കി ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ നിധി ഓരോന്ന് പറയുമ്പോൾ
അതെല്ലാം കേട്ടിട്ട് ഇനി ഇങ്ങനെ പ്രശ്നങ്ങളെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കോംപ്രമൈസ് ആക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് സ്കൂട്ടാകുകയാണേ. അങ്ങനെ വെളിയിലേക്ക് വന്നതിന് ശേഷം ഓരോ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഹരീഷും സുധീഷൂടെ. ആ സമയത്ത് ഹരീഷ് പറഞ്ഞിട്ട്, എടാ നീ പറഞ്ഞില്ലേ ഒരു വണ്ടിയുടെ കാര്യം, ഏട്ടത്തേക്ക് വണ്ടി മേടിച്ച് കൊടുക്കണമെന്ന്, അതുപോലെ ഒരു വണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ആഹാ പുത്തൻ വണ്ടിയാണ് എടാ, പുത്തൻ വണ്ടിയാണ് വർക്ക്ഷോപ്പിലേക്ക് പറഞ്ഞത്. പുത്തൻ വണ്ടിയല്ല, 8 കൊല്ലം പഴക്കമുണ്ട്, എങ്കിലും വണ്ടി നല്ല കണ്ടീഷനാണ്, പുള്ളിയുടെ മോളുടെ വണ്ടിയാണ്, മോള് കല്യാണം കഴിച്ച് വിട്ടിട്ടും പുള്ളി കൊടുക്കാമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ, എന്തായാലും നീ ആൾ സൂപ്പറാണ്, നിന്നോട് പറഞ്ഞപ്പോൾ തന്നെ നീ അത് സെറ്റാക്കി തന്നില്ലേ, പിന്നെ നിന്നെ പോലാന്ന് വിചാരിച്ചു, നിന്നോട് എൻ്റെ കൂട്ടുകാരന് ഒരു ഡ്രൈവർ ജോലി വാങ്ങിച്ചു തരാൻ പറ്റും, നീ അതൊക്കെ ഒന്ന് നോക്കി പോലും ചെയ്തെന്ന് ചോദിക്കും. വേടാ അതൊക്കെ ഞാൻ മറന്നു പോയടാ, ഞാൻ ഏട്ടനല്ലേ നിൻ്റെ, അപ്പം നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി, എല്ലാം നമുക്ക് സെറ്റാക്കാടാ എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് നിധി ഇവരെ ഇങ്ങനെ നോക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് എടാ അത് നോക്കുന്നടാന്ന് പറഞ്ഞ് രണ്ടുപേരും തോളെ കൈയിടുന്നു, ചിരിച്ച് സംസാരിക്കുന്നു. അപ്പോൾ നിധി പെട്ടെന്ന് സുഭാഷ് ചേട്ടനെയും നികേഷിനെയും വിളിക്കുകയാണ്, എന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഇത്രയും നേരം കീരിയും പാമ്പും ആയിരുന്ന ആൾക്കാർ, അടിപിടി കൂടിക്കൊണ്ടിരുന്ന ആൾക്കാർ, അത് ഇപ്പം നോക്കി ചക്കര അടയവായി എന്ന് പറയുമ്പോൾ സുഭാഷും അതുപോലെ തന്നെ നികേഷും പറയുന്നുണ്ട്, ഏട്ടത്തി ഇപ്പം കാണുന്നതുകൊണ്ട് ഏട്ടത്തിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് സ്ഥിരം ഇവിടെ ഉള്ള ഏർപ്പാട്, രണ്ടുപേരും അടിപിടി കൂടുകയും ചെയ്യും, അതുപോലെ സ്നേഹിക്കുകയും ചെയ്യും. അവരിങ്ങനെയൊക്കെയാണ് ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് എന്നെ പിച്ചി ഇതും പറഞ്ഞുകൊണ്ട് വരും, പക്ഷേ രണ്ടുപേർക്കും നല്ല സ്നേഹമായിരിക്കും. മോള് ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തോന്നുന്നത് ഞങ്ങൾക്കിത് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ശീല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ സുധീഷാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കുമല്ലേ. നമ്മുടെ എന്നിട്ട് സുഭാഷേട്ടനോട് പറഞ്ഞിട്ട്, ഏട്ടാ ഒരു കോഫി തരാവോ, അല്ല നീ ഇതെവിടെ പോകും അതിരാവിലെ, അത് പിന്നെ ഒരു കാര്യമുണ്ട് ഏട്ടാ, അല്ല അവൻ എണീറ്റില്ലല്ലോ, ആര് ഹരീഷ്, ഹരീഷിന് ഉറക്കം വന്നതാണ്, അവനൊക്കെ അടുത്ത് ഉറങ്ങട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യമില്ലല്ലോ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ചെന്ന് ഹരീഷ് എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. അപ്പോൾ ഹരീഷ് മൈൻഡ് പോലും ചെയ്തില്ല, നല്ല കൂർക്ക വലിച്ച ഉറക്കമാണേ. ആ സമയത്ത് കുറച്ച് വെള്ളം എടുത്ത് ഹരീഷിൻ്റെ മുഖത്തേക്ക് ഒഴിക്കാനുണ്ടോ നമ്മുടെ സുധീഷ്. അങ്ങനെ ഹരീഷ് എന്നാടാ നിനക്ക് കുഴപ്പം പറഞ്ഞ് ചാടി എണീറ്റിട്ടാ, വണ്ടിയുടെ കാര്യം നീ പറഞ്ഞില്ലടാ, ബാടാ നമുക്കത് പോയി നോക്കാം. എടാ അത് ഉച്ചയാവട്ടെടാ, അതിന് ഇപ്പോഴെന്തിനാടാ നീ എന്നെ വിളിക്കുന്നേ, എടാ അത് നമുക്ക് കാര്യങ്ങൾ, നീ ചെന്നു സംസാരിച്ചു, ആ പൈസ കൊടുത്തു, അങ്ങനെ ഇങ്ങനെ, അത് പിന്നെ അത് സമയം പോകടാ, അതുകൊണ്ട് എനിക്ക് പിന്നെ അതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല, നീ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് പോലുമില്ല, ബാടാ നമുക്ക് പോയി അതെന്താണെന്ന് വെച്ചാൽ നോക്കാടാ ചെയ്യാടാന്ന് പറയുമ്പോൾ, എടാ സമയം രാവിലെ ആയതേ ഉള്ളടാ, അവരാരും എണീറ്റിട്ട് പോലുണ്ടല്ലോ, അതൊക്കെ എണീക്കും, നീ ഒന്ന് വന്നേ, അവർക്ക് വണ്ടി കച്ചവടം ചെയ്യണമെങ്കിൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഒരു വിധത്തിൽ നികേഷിനെ പൊക്കിക്കൊണ്ട് പോകാൻ കേട്ടോ. ആ സമയത്ത് പല്ല് തേക്കട്ടടാന്ന് പറഞ്ഞിട്ട് പല്ല് തേക്കാൻ പോകുമ്പോൾ അങ്ങനെ നമ്മുടെ സുധീഷാണെങ്കിൽ വേണയുടെ വാട നമുക്ക് പോകാടാന്ന് പറഞ്ഞ് പിന്നെ ഹരീഷിനെയും കൂട്ടി പോവുകയാണ്. അങ്ങനെ ഹരീഷ് ഞാൻ പല്ല് തേക്കട്ടടാന്ന് പറഞ്ഞ് പല്ല് തേക്കാൻ നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് സുധീഷ് പുറകിൽ തന്നെ നിൽപ്പുണ്ടായിരിക്കുക. അങ്ങനെ ആങ്ങി തൂങ്ങി പല്ല് തേക്കുമ്പോൾ എടാ നീ ഇത് എപ്പോൾ തേച്ച് തീരൂടാന്ന് ചോദിക്കുമ്പോൾ എടാ നീ എന്തിനാ എൻ്റെ പിന്നിൽ നിൽക്കുന്നേ, ഞാൻ വരാം, നീ ഒന്ന് സമാധാനമായിട്ട് പോയില്ല, നീ വേഗം വാ മതിയിടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കും, അല്ലടാ പല്ല് തേക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രണ്ടോരോ അരച്ച് പെട്ടെന്ന് വായിൽ വെള്ളം കോഴി ഒഴിച്ചിട്ട് പെട്ടെന്ന് വരുമ്പോഴത്തേനാണ് എനിക്ക് ടോയ്ലറ്റിൽ പോകണം, ടോയ്ലറ്റിലോ ഇപ്പോഴും വേണം, അതൊക്കെ പോയിട്ട് വന്നിട്ട് പോകാടാ, എടാ അതൊന്നും പിടിച്ചു വെക്കേണ്ട കാര്യമില്ല, പല്ല് തേക്കുമ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകണ്ടോ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ ഹരീഷ് ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ കൂടെ നമ്മുടെ സുധീഷും കയറാൻ പോവുകയാണ്. എടാ നീ എങ്ങോട്ട് വരുമോ, നീ ഇവിടെ സ്റ്റൂളിട്ടിരിക്കാൻ പോകണം, അവിടെ നിൽക്കും, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. കയറി ഒരു 2 മിനിറ്റ് ആവുന്നതിന് മുമ്പേ കൊട്ടാൻ തുടങ്ങാനിട്ട് എടാ കഴിഞ്ഞോടാന്ന് പറഞ്ഞിട്ട് കൊട്ടാൻ തുടങ്ങാനിട്ടോ നമ്മുടെ സുധീഷ്. അങ്ങനെ ഹരീഷ് ആണെങ്കിൽ പതി ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഞാൻ മര്യാദയ്ക്ക് പോകാൻ പറ്റില്ല, നീ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് പോകാൻ പോലും പറ്റില്ല. അതെന്തോടാ പോകാൻ, ഞാൻ പിന്നെ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്ന മനുഷ്യന് പോകുമോ, സമാധാനത്തിൽ പോയാലല്ലേ വല്ലതും നടക്കുള്ളൂ, നീ വാ ഇനി എന്നെ എടുക്കാൻ കുളിക്കണ്ടടാ, എടാ കുളിച്ചില്ലെങ്കിൽ നിന്നെ കാണാൻ ഗ്ലാമറാടാ, നീ ഡ്രസ്സ് മാറിയിട്ട് വന്നാൽ മതി, എന്നാൽ ഞാൻ ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ അപ്പോഴത്തേനും നമ്മുടെ സുഭാഷ് ചേട്ടൻ ചായയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേനും വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ഹരീഷ് പറഞ്ഞിട്ടാ ചായ കുടിച്ചിട്ട് വേണ്ട സമയം പോകും ഏട്ടാ, ഞങ്ങൾ വന്നിട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഹരീഷിനെയും കൂട്ടി സുധീഷ് നേരെ കടയിലേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ കടയൊക്കെ ചെന്ന് തുറക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സുധീഷ് ഹരീഷാണെങ്കിൽ സ്കൂട്ടി കൊണ്ട് വരാമെന്ന് പറഞ്ഞ ആളെ വണ്ടി കൊണ്ട് കാണിക്കാൻ വേണ്ടി വിളിക്കുകയാണ് കേട്ടോ.
അങ്ങനെ വണ്ടി ഇങ്ങോട്ട് പുള്ളി വരികയാണ്. അങ്ങനെ പുള്ളിയാണെങ്കിൽ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാണ്. എൻ്റെ മകളുടെ വണ്ടിയായിരുന്നു. ഒരു ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു ദോഷവും ഈ വണ്ടി കൊണ്ട് ഉണ്ടായിട്ടില്ല. വെച്ചിട്ട് കയറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറിയ സ്ക്രാച്ച് പോലും വീണിട്ടില്ല. അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി എൻ്റെ കുട്ടി കൊണ്ട് നടന്ന് ഇപ്പോൾ അവൾ പോയത് കൊണ്ട് ഇപ്പോൾ ഈ വണ്ടി ആരും യൂസ് ചെയ്യുന്നില്ല. പിന്നെ മുറ്റത്താണെങ്കിലും ഇടയില്ല അതൊന്നും ഇടാൻ. അതുകൊണ്ട് ആ വണ്ടി എന്നാൽ കൊടുത്തേക്കാന്ന് വെച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ഒരു കോൾ വരുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് നോക്ക്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ സുധീഷ് പറഞ്ഞിട്ട്, എടാ ഈ വണ്ടി വലിയ പഴക്കം ഉണ്ടെന്നൊന്നുമില്ല. എടാ പഴക്കം ഇല്ലാതിരിക്കുകയോ 8 വർഷത്തെ പഴക്കം എന്തായാലും വണ്ടിക്ക് കാണില്ല. പക്ഷേ വണ്ടി നല്ല കണ്ടീഷനാണ്, വേറൊരു കുഴപ്പമില്ല, നീ വേണ്ടി ഒന്ന് ഓടിച്ചൊക്കെ നോക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഓടിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ നമ്മുടെ സുധീഷിന് വണ്ടി. അപ്പോഴും പറയുന്നുണ്ട്, പുതിയ വണ്ടി എടുക്കാമായിരുന്നു, പുതിയ വണ്ടി എടുക്കണം, 1 ലക്ഷം രൂപയോളം കൊടുക്കണം, അത് നിന്നെ കൊണ്ട് ഉണ്ടാകുമോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇതെടുത്ത് കൊടുക്കുക, ഏട്ടത്തി അങ്ങനെ വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ വേറെ വേണേൽ മേടിക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ആ കാര്യം സുധീഷിന് സമ്മതിക്കുകയാണ്. അങ്ങനെ വണ്ടിയുടെ ഓണർ വരികയാണ്. അങ്ങനെ 30,000 രൂപ പറയുമ്പോൾ അത്രയൊന്നും ഞങ്ങളുടെ ഇല്ല, കുറച്ച് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് ബാർഗെയിൻ ചെയ്യുമ്പോൾ 5,000 രൂപ കുറച്ച് കൊടുക്കാൻ കേട്ടോ. 25 രൂപയ്ക്ക് വണ്ടി സെറ്റാക്കി തരാമെന്ന്. അങ്ങനെ പിന്നെ നമ്മുടെ സുധീഷ് പറയുകയാണ്, എന്നാൽ ഒരു 10,000 രൂപ ഞാനിപ്പോൾ തരാം അഡ്വാൻസ് ആയിട്ട്, ബാക്കി പൈസ കുറച്ച് സാവകാശം കൂടെ തന്നാൽ മതി എന്ന് പറയുമ്പോൾ, ശരി എന്നാൽ ബാക്കി പൈസ തരുമ്പോൾ നിങ്ങൾ വണ്ടി എടുത്തോ എന്ന് പറയണം. അയ്യോ അത് പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് ആഗ്രഹിച്ചിട്ട് മേടിച്ച് കൊടുത്തല്ലേ എന്ന് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ വൈഫിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇന്ന് തന്നെ കൊണ്ടു കൊടുക്കണം, അവർക്കൊരു സന്തോഷമല്ല, അതുകൊണ്ട് ഇപ്പം തന്നെ തന്നു വിട്ടാൽ ഒരു 15 ദിവസത്തിനുള്ളിൽ ബാക്കി ക്യാഷ് ഞാൻ കൊണ്ടെത്തിച്ചേക്കാമെന്ന് പറയുകയാണെ. 15 ദിവസം എന്താ മോനെ ഈ പറയുന്നത്? 15 ദിവസം എന്ന് പറഞ്ഞാൽ 15ാമത്തെ ദിവസം എന്നല്ല, നാളെ പൈസ കിട്ടിയാൽ നാളെ തന്നെ കിട്ടിയാൽ നാളത്തെ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ തന്നേക്കാമെന്ന് പറയുകയാണ്. ഇവനെ വിശ്വാസമില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും എനിക്ക് ഹരീഷിനെ വിശ്വാസമാണ്, അതുകൊണ്ടല്ല, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് താക്കോൽ കൊടുക്കാനായിട്ട് വന്നിട്ട് വണ്ടിയുടെ ബുക്കും പേപ്പറുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഹരീഷിൻ്റെ കയ്യിലുണ്ടോയെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ ആ വണ്ടിയുമായിട്ട് നേരെ ഇവർ വീട്ടിലേക്ക് പോകുകയാണ്. ആ സമയത്ത് എടാ വണ്ടി നിർത്തിക്കഴിഞ്ഞ് നീ വണ്ടി ഉരുട്ടിക്കൊണ്ട് വന്നത് ഇവിടെ വെച്ചാൽ മതി, എന്നിട്ട് നീ ഏട്ടനെയൊക്കെ പോയി വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സുഭാഷും നികേഷും വരികയാണ്. ആ സമയത്ത് ഇത് കണ്ടോ ഏട്ടാ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ, കൊള്ളാലോ, പറഞ്ഞതുപോലെ വണ്ടി മേടിച്ചല്ലോ എന്നൊക്കെ പറയാൻ. അങ്ങനെ വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഹരീഷ് നമ്മുടെ സുഭാഷ് ഏട്ടനോട്. അങ്ങനെ എല്ലാവർക്കും വണ്ടി ഒത്തിരി ഇഷ്ടപ്പെടുകയാണ്. ഇനി നിധിനെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം, എടാ ഒരു പട്ടു പോലത്തെ ഒരു തുണി മണ്ടയിലിടണം, നല്ല ഗ്ലേസിങ് ഒക്കെയുള്ള കണ്ട ബ്രഹ്മാണ്ഡമായ തുണി ഇടണം, എന്നിട്ട് നിധി വരുമ്പോൾ തന്നെ നീ ആ തുണി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് നികേഷൻ ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണ്. അങ്ങനെ സുധീഷാണെങ്കിൽ നിധിയെ റൂമിലേക്ക് വിളിക്കാൻ ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ നിധി വരികയാണ്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, കണ്ണടച്ചിട്ട് എന്തിന്, ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സർപ്രൈസ് പോകത്തില്ലേ, അത് വന്ന് കാണുക തന്നെ വേണം. കണ്ണടച്ച് വന്ന ഇയാൾ ഞാൻ പിടിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാൽ താൻ കണ്ണടച്ചോ എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ കണ്ണടയ്ക്കാം. ആ പടിയുടെ അവിടെ ചെല്ലുമ്പോൾ താൻ എനിക്കൊരു കൈ തന്നാൽ മതി, ശരി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ പോകുവാനുണ്ടോ. ഈ സമയത്തായിരിക്കും നമ്മുടെ നികേഷ് ഒരു ചെറുതായി കീറി ഒരു ബെഡ്ഷീറ്റായിരിക്കും എടുത്ത് വണ്ടിയുടെ മണ്ടയിലിടുന്നത്. ആ സമയത്ത് വന്നിട്ട് ചോദിക്കുന്നത്, ഇതെന്താടാ ഈ കാണിച്ച് കൂട്ടി വെക്കുന്നത്, ബെഡ്ഷീറ്റാണ് എടുത്തിട്ടേക്കുന്നത് എന്ന് പറയുമ്പോൾ, അല്ല പെട്ടെന്ന് നോക്കിയപ്പോൾ ഇതേ കണ്ടുള്ളൂ എന്ന് പറയണേ. അപ്പോൾ നിധിയോട് കണ്ണ് തുറക്കല്ലേ എന്ന് പറയാണ് കേട്ടോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ തുറക്കാൻ പോകാമെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ നമ്മുടെ നികേഷിനോട് തന്നെ കാണിച്ച് വെച്ചേക്കെന്ന് ചോദിക്കും. പെട്ടെന്ന് ആ വിരി എടുത്ത് മാറ്റുകയും നമ്മുടെ നിധി കണ്ണ് തുറക്കുകയും ഒരുമിച്ചായിരിക്കും കേട്ടോ. നിധിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്നിട്ട് പറഞ്ഞത് എനിക്കാണോ എന്ന് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. നിനക്ക് തന്നെ, നീ വണ്ടിയിൽ ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ എനിക്ക് സങ്കടമാണ്, കാരണം അത്ര വലിയ വീട്ടിൽ വളർന്ന കുട്ടിയല്ലേ, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഈ സ്കൂട്ടി ഇനി താൻ ഓടിക്കണം, താൻ ഇതിൽ ഓഫീസിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് കീ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ കീ വാങ്ങിക്കാൻ മടിക്കുകയാണ്. അപ്പോൾ എന്താ വെള്ളം പറ്റിയ എന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന നമ്മുടെ നിധിനെയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെയും ചോദിക്കുമ്പോഴായിരിക്കും നിധി ആ നഗ്ന സത്യം വെളിപ്പെടുത്തുന്നത്, എനിക്ക് ഡ്രൈവിങ് അറിയില്ല എന്ന്. അത് കേട്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുധീഷ് താൻ ഈ സ്വഭാവം ഇറക്കി കേട്ടോ. സുധീഷ് അങ്ങ് കളിയാക്കാൻ തുടങ്ങി, അയ്യോ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ലോറി വരെ ഓടിക്കുന്നു, അപ്പോൾ ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കാൻ കേട്ടോ. അപ്പോൾ സുഭാഷിട്ടം പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത്, നീ മിണ്ടാതിരുന്നതിൻ്റെ വായും കൊണ്ട് എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ എത്രയും പെട്ടെന്ന് വണ്ടി ഓടിക്കണമെന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ സുധീഷ് പറഞ്ഞിട്ട് അതൊന്നും സാരമില്ല, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ, വേണ്ട എനിക്കതിൻ്റെ ആവശ്യമില്ല നികേഷ്, നിനക്ക് വണ്ടി ഓടിക്കാറില്ല, നീ എന്നെ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് നികേഷിൻ്റെ കൂടുതൽ പോകുകയാണ് കേട്ടോ. അങ്ങനെ നികേഷിൻ്റെ കൂടുതൽ പഠിക്കാൻ കേട്ടോ നമ്മുടെ നിധി എത്രയും പെട്ടെന്ന് തന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കുകയും ആ വണ്ടിയിൽ തന്നെ ഓഫീസിൽ പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.